നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രയുടെയും ഛത്തീസ്ഗഡിൻ്റെയും തൊട്ടുനടുക്ക് ഒരു CRPF ക്യാമ്പിലാണ്. ഇന്നലെ രാത്രി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വാട്ടർഫോൾസിൽ ഓടിക്കുന്ന സമയത്ത് അറിയാതെ ഇച്ചിരി വഴി അങ്ങ് മാറിപ്പോയി. നമ്മൾ നെക്സസിൻ്റെ ഏരിയയിൽ വന്ന് കയറി. അങ്ങനെ CRPF ഞങ്ങളെ പിടിക്കുകയും വണ്ടി പിടിച്ചിടുകയും ഇനി ഇവിടെ അത് തന്നെ, അതായത് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. രാവിലെ അവർ പെണ്ണുങ്ങൾക്ക് കുളിക്കാനുള്ള ബാത്റൂം സംഭവമൊക്കെ തന്നു. ആണുങ്ങളോട് ഇതുണ്ട്, ഈ കാണുന്ന കുറ്റിക്കകത്ത് കുളിച്ചോളാൻ പറഞ്ഞു. ഇത് ആണുങ്ങളൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചൊക്കെ കുളിച്ചു. നമ്മളിവിടെ വെച്ച് ഞങ്ങൾ കുളിപ്പിച്ചു. അതെ, ഞങ്ങൾ ഭക്ഷണം വെച്ചു. കൊച്ചിന് മുട്ട തന്നു. അതെ, അത് കൂടാതെ അവർ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇഡ്ഡലിയും സാമ്പാറും സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. കൊച്ചിന് മുട്ട അതുപോലെ സംഭവങ്ങളൊക്കെ തന്നു. അപ്പം ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചതാണ്. സത്യം പറയുകയാണെങ്കിൽ വേറെ വഴി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാണുന്ന കാടിൻ്റെ അകത്തൂടെ കയറ്റി വിട്ടു. അതായത് അപ്പുറത്തൂടെ 4 വരിയെങ്ങാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കട്ടർ പിടിച്ച റോഡിനകത്ത് മഹാഭാവിയായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വീണ്ടും ഈ റൂട്ടിൽ തിരിച്ചു വരണല്ലേ, മെയിൻ റൂട്ടിൽ കൂടെ പോകണം. അല്ല, ഈ റൂട്ടിനകത്ത് എണ്ണ അടിക്കാൻ ഇവിടെ കാടുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് ഏതാണല്ലോ പിന്നെ ഇത് CRPFന്റെ സംഭവമാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ അവരുടെ CRPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോലീസ്. യെസ്, അവരുടെ സംഭവങ്ങളും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട ആൾക്കാരുടെ ഫോട്ടോയാണ് ഇവിടെ വെച്ചാക്കുന്നത് അല്ലേ? അതെ, ഇഡ്ഡലിയായിട്ട് ഇതാ വന്നു പുള്ളിക്കാരൻ ഹൈദരാബാദുകാരനാട്ടാ. കാണുന്ന വഴി കൂടെ ആയിരുന്നു നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വേണ്ടത്. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴാണ് ഇവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവരുടെ ഫ്രണ്ടിലേക്ക് വണ്ടി മാറ്റുക, നാളെ രാവിലെ വിഷയമുണ്ട്. ഇവര് നമ്മളോട് പറയാത്തതാണ്. അല്ല, അവിടെ കൊണ്ട വണ്ടി എന്താ ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അല്ല, ഇപ്പം സംസാരിച്ചിട്ട് പോയാൽ ഈ പോകുന്ന റൂട്ടില്ലേ ഓരോ 5 കിലോമീറ്റർ ഇതേപോലെ പോസ്റ്റ് ഉണ്ട്. പ്രശ്നം തന്നെ ഉള്ള സ്ഥലം തന്നെയാണ് ഇത്. ഗൈസ് നോക്കൂ, അങ്ങനെ എന്തോ ഉള്ളതാണ്. അതായത് ഇത് രാത്രി പകല് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ അപ്പനും ദീപിച്ചേട്ടനും അമിത്തൊക്കെ കുളിക്കുന്നുണ്ട്. എല്ലാവരും കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അഭിരാമി വണ്ടിയുടെ ഉള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഏകദേശം തളർന്നു. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും ഓഫാക്കി ആ ചൂട് തിന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാകം ചെയ്ത് നമ്മള് ടൂറിസ്റ്റ് പ്ലേസ് ആകാൻ വേണ്ടി ഡേ നൈറ്റ് ഓടി നോക്കി. എന്താണ് പറ്റിയത്? എന്താണ് ഗൈസ് നോക്ക്, ഫൈനലി നമുക്ക് CRPFകാർ നല്ല തൂവെള്ള പോലത്തെ നല്ല കിഡിലൻ ഇഡ്ഡലി, എല്ലാവർക്കും എന്തോ ഒരു ഇഡ്ഡലി അവർ തന്നെന്നറിയാമോ. അതുകൂടാതെ നല്ല കിഡിലൻ സാമ്പാർ നോക്കിയേ, നല്ല ഒന്നാന്തരം സാമ്പാറും പിന്നെ അതേപോലെ തന്നെ ചട്നി ഇത് കൂട്ടി ഒരു പിടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ മുന്നോട്ട്. ഈ ഭക്ഷണം തന്നെ നമുക്ക് തന്നു. ഇവിടെ ഈ ഏരിയ ഹോട്ടലും അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് രാവിലെ തന്നെ അവർ ഫുഡ് ഉണ്ടാക്കി നമുക്ക് തന്നത് അല്ലേ, അവരുണ്ടാക്കിയതിന് കൊടുത്ത് നമുക്ക് തന്ന പിന്നെ ഫ്രണ്ടിലേക്ക് പമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബൈക്ക് തടയണമല്ലോ. ഗൈസ് നോക്കൂ, ഫൈനലി എല്ലാവരും ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിച്ച് കഴിയാറായി. അമിത കഴിക്കണം, നമുക്ക് പെട്ടെന്ന്. സാമ്പാർ ഒന്നൊന്നര സാമ്പാറായിട്ട് എന്നെ ടേസ്റ്റ് ആണെന്നറിയാമോ? നല്ല കിട്ടുന്ന സാമ്പാറിലായിരുന്നു. അങ്ങോട്ട് വേണം 100 കിലോമീറ്ററും അങ്ങോട്ട് പോകണമെങ്കിൽ 10 കിലോമീറ്ററിൽ എണ്ണ കിട്ടുമെന്നാണ് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞത്. അല്ലേ? അപ്കാ നാം ക്യാ ഹൈ? ഗൈസ് നോക്ക്, പുള്ളിക്കാരനോട് ഞങ്ങളുടെ വണ്ടിക്ക് എണ്ണ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എണ്ണയില്ല. ഈ വണ്ടി വണ്ടിയാന്ന് അറിയാൻ വേണ്ടി വന്നത്. ആണോ? എന്നാന്ന് ചോദിക്കാൻ വേണ്ടി. യൂട്യൂബർ यूट्यूब में वीडियो बनाएगा, यूट्यूब में अपलोड करेगा, वो वाले काम है. നമ്മളിവിടെ നിന്നാട്ടോ കഴിച്ചു. അപ്പോൾ ചെറിയതായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വീണു. നമ്മ കുളന്ന് വന്ന് ഇങ്ങ വന്ന് ചോറിട്ടിട്ട് അതെ അവൻ്റെ തലയിടുവാണെങ്കിൽ ആരും ചോദിക്കാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കി കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. വൃത്തി നമുക്ക് ഭയങ്കര ഉള്ളൊരു കാര്യമാണ്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ടോപ്പാണ്. യെസ്, നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് ലോഡ് ചെയ്യാണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ബേക്കിലേക്ക് കയറ്റി വെക്കാണ്ട്. അതൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മൾ തിരിച്ചാണ് പോകുന്നത്. വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല കേട്ടോ. നല്ല സാമ്പാറമ്മേ, സൂപ്പർ സാമ്പാർ. ഗൈസ്, അടിഭാഗം കൊണ്ട് വൃത്തിയാക്കട്ടോ, മേള് മാത്രം. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ നമ്മൾ വേസ്റ്റ് ഇടരുത്. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് വാരി തൂത്ത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമ്മൾ പോകാവുള്ളൂ. രാവിലെ വണ്ടി കഴുകി അമിത്തും ദീപിച്ചേട്ടനും കൂടി അത്യാവശ്യം ചെല്ലി ഉണ്ടായിരുന്നല്ലേ. ആ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടന്നു പോകുന്നവനാണ് അമിത്ത്. അതെ, മോൻ കാണിച്ചെടുത്താ നമ്മളെ നോക്കുക. അതെ ഗൈസ്, അപ്പം അവർ വണ്ടിയൊക്കെ കഴുകി നല്ല നീറ്റാക്കി കുട്ടപ്പനാക്കി വെളുത്ത് തുടുത്തിരിക്കുകയാണ് വണ്ടി. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് എടുത്തങ്ങ് പോകേണ്ട കേസ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ക്യാമ്പിൻ്റെ ഉള്ളിലാണ് നമ്മളെ സാർമാരോട് പറഞ്ഞിട്ട് പോയാൽ ഇന്നലെ ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. അവിടെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങോട്ട് നിർത്താൻ വേണ്ടി. എന്നോട് പറഞ്ഞ് ഏത് ഭാഷയും കൈകാര്യം ചെയ്യുന്ന
ലാസ്റ്റ് നോക്കാൻ തരാൻ വിളിക്കാം എടാ വാടാ മാടാന്ന്. ഈ റൂട്ടിൽ കൂടെ തിരിച്ചു പോകണോ വന്ന വഴി ചോദിച്ചാ നമുക്ക് പോണോ ഞാൻ പറഞ്ഞു വിട്ടോ ഫൈനലി നമ്മുടെ ഡോറ് തുറന്നു തന്നു അമിത്. ഇവിടെ വേറെ കാര്യമുണ്ട്, ഇവിടെ ജനറേറ്റർ ഇട്ട് വെച്ചാക്കോ കേട്ടോ. ഇന്നലെ 2 ലിറ്റർ എണ്ണ അടിച്ചാ എടാ അത്യാവശ്യം കിട്ടി കേട്ടോടാ. ജനറേറ്റർ ഓഫ് ആക്കണ്ടേ? ഇനി ജനറേറ്റർ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് ഒരു ദിവസം വിട്ടോന്ന് തോന്നില്ല 2 ലിറ്റർ എണ്ണയും കൊണ്ട്. അവരാമി ജനറേറ്റർ ഒക്കെ ഓഫ് ആക്കുവാണേ. ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടായി. അയ്യോ ഇത് അടച്ചു വെക്കല്ലായിരുന്നു കേട്ടോ ജനറേറ്റർ. പൊള്ളി സാധനം, എപ്പോഴും ശ്രദ്ധിക്കണം ജനറേറ്റർ. സാറന്മാരോട് പോവാന്ന് പറയണ്ടേ? പിന്നെ ടാങ്കി പറഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ. പോവാന്ന് പറഞ്ഞിട്ട് പോവാം, അത് നല്ലത്. പക്ഷെ എൻ്റെ ഉള്ളിൽ കയറ്റി വിടുമെന്ന ഡൗട്ട്. ഇവിടെ നിന്ന് ആള് പിന്നെ അവിടെ വന്നു. ഇന്നലെ രാത്രി പുള്ളിക്കാരൻ വന്നല്ലോ. ഇന്നലെ രാത്രി നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഗണ്ണുള്ളൊരു ഉദ്യോഗസ്ഥൻ നമുക്ക് വേണ്ടി ഇവിടെ കാവുകയായിരുന്നു. അത് നിങ്ങൾ കണ്ടായിരുന്നോ? കഴിഞ്ഞിട്ടപ്പം പോയത് പുള്ളിക്കാരൻ. ഗൈസ് നമ്മുടെ എല്ലാ കർട്ടനുകളും വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഇതേപോലെ തിരിച്ച് റെഡിയാക്കണം. എന്നിട്ട് ഇത് കെട്ടണം കേട്ടോ. എന്നാ മൈക്കിളെ അങ്ങനെ എല്ലാ സൈഡിലും പരിപാടി തീർക്കാണ്ട്. വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ പണിയുണ്ടെന്ന് അവിടെ അഭിരാമി ക്ലീൻ ചെയ്ത് വണ്ടി എടുക്കുന്നത് ആദ്യം ശ്രദ്ധിക്കുന്ന 6 ടയർ ഉണ്ടോ? അഭിരാമി ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയേ. ട്രൗസർ കയറിയ പരിപാടിയാണ്. ചൂടായിപ്പല്ലേ അഭിരാമി വണ്ടിയുടെ ഉള്ളില്? ഇല്ലല്ലേ, നമുക്ക് പുറത്തും കൂടെ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അഭിരാമി. അവരോട് പോവാന്ന് പറയാൻ വേണ്ടി പോവുക കേട്ടോ. അവിടെ അവർക്ക് ഡോഗും ഉണ്ട് കേട്ടോ. അതെ ഗായ്സ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ഇത്രയും നേരം വരെ കിടന്ന ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ നേരെ പോവാണ്. ക്ലച്ച് മാറിപ്പോണ്ടല്ലോ, നല്ല വ്യത്യാസമുണ്ട്. വണ്ടി കാലം കെട്ടിക്കൊന്ന് കുതിച്ച് ചാടുക. നമുക്ക് തിരിച്ചല്ലേ പോകണ്ടേ? നമുക്ക് എത്തിയിട്ടാ ഇനി ഇതിൻ്റെ അകത്ത് ഓയിൽ നോക്കി ഓർക്കണേ സ്റ്റിയറിങ്ങിൻ്റെ. അതിപ്പോൾ തീരാൻ അതൊരു കൊബാൽക്ക് കിടക്കുന്നു കാടിൻ്റെ ഉള്ളിൽ. ഹിറ്റാച്ചി അല്ല, എക്സ്കവേറ്റർ. നമുക്ക് നേരെ തിരിക്കാം കേട്ടോ. ഗൈസ് നമ്മളെ ഈ പോകുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ പക്ക ഗ്രാമം കേട്ടോ, പക്ക ഗ്രാമം. അതായത് ഒരു ഫോറസ്റ്റിന്റെ സൈഡിലുള്ള പക്ക ട്രൈബൽ ഏരിയ കൂടിയാണ്. ഇത് തെലങ്കാനയാണ് സ്ഥലം. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ തെലങ്കാന കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് കയറണമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് നമ്മുടെ വണ്ടിയുടെ എണ്ണ അര ടാങ്ക് എണ്ണയുണ്ട്. 100 കിലോമീറ്റർ ഇപ്പം പോലും ഓടും. അന്ന് നമ്മൾ അങ്ങോട്ട് തന്നെ പോകണേ. ഇത് ഓടൂല്ലേ തീർച്ചയായിട്ടും 100 കിലോമീറ്റർ നോക്കിയേ. പിന്നെ ഒരു 200 കിലോമീറ്റർ ഓടാനുള്ള എണ്ണയുണ്ട്. നീ കാലം കൊടുക്കാതെ ഓടിയാൽ മതി, തിരിച്ചു പോകണ്ട. 10 കിലോമീറ്റർ എന്തായാലും ഈ എണ്ണയും കൊണ്ട് ഓടും. ഇല്ല വഴിക്ക് നമുക്ക് അതിൽ എണ്ണ തരും. ആ പ്രതീക്ഷയിൽ നമുക്ക് ഓടാം. നമ്മൾ ഒരിക്കലും തിരിച്ചു പോരുത്. ഫുള്ള് ഓല കൊണ്ടുള്ള വീടാണോ കടയാണോ? ഇത് വീട് തന്നെ. ഈ വശം നോക്കിയാടാ, ഇത് വീടാ. ഇത് അങ്ങോട്ട് നോക്കിയാ ആ ഒരു ടൗണ് മൊത്തം ഓല കൊണ്ടാട്ടോ. അതായത് നൊങ്കില്ലേ ഇവനെ, നൊങ്ക്. അത് പനയെന്ന് നൊങ്ക്. അങ്ങനത്തെ പനിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കുടിക്കാനും കഴിക്കാനും കിട്ടൂല. ഇത് നമ്മൾ ഈ കാണുന്നത് ഓല കൊണ്ട്, ഓനയല്ല പനയോല കൊണ്ട്, പനയോല കൊണ്ട് നമുക്ക് കൊട്ടിയ ഒരു ഷെഡാണിത്. യെസ്, ഇത് ട്രാക്ടർ അതുപോലെ സംഭവങ്ങൾ കയറ്റിയുള്ള ഒരു ഷെഡാണ് ഈ കാണുന്നത്. ഹായ്, നാം ക്യായേ? രാമേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇവിടെ ഉണ്ട്. നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടാണ് നമ്മുടെ ചെറുക്കൻ കിടക്കുന്ന കിടപ്പ് നോക്കി എന്ത് രസമാണെന്ന് നോക്കി കിടക്കുന്നതാണ്. ഇവിടെ പഴയ രീതിയിലുള്ള വീടുകൾ, പിന്നെ അതുകൂടാതെ അവിടെ ഓലയിൽ മേഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള കടകള്. സംഭവം അറിയാമോ? അതായത് അവിടെയാണ് ആട്ടുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന പനയോലയല്ല, തെങ്ങോലയല്ല, മനസ്സിലായോ? പനയോല. ഇനി അടുത്ത സാധനം കാണിച്ചത് ഇതെല്ലാം കർഷകരാട്ടോ ഇവിടെ എല്ലാം. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിഡിൽ റൗണ്ട് സെറ്റപ്പിലൊരു വീടുണ്ട്. അതായത് സാധാരണ നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള വീടല്ലേ കണ്ടിട്ടുള്ളത്. ഇത് റൗണ്ട് ആയിട്ടുള്ള വീട്. നോക്കിയേ, അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. അവർ പുതിയ വീട് വെക്കുന്നുണ്ട് കേട്ടോ. 3-4 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റും. നോക്കിയേ വീട്, നോക്കിയേ എന്ത് രസമാണ് കാണാൻ. നോക്കിയേ റൗണ്ട് ആയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് റൗണ്ട് അതിൻ്റെ എവിടെയുള്ള ആ സൈഡിൽ എവിടെയെല്ലാം ആയിരിക്കും ചേട്ടായി. അതിൻ്റെ തൊട്ടപ്പുറം കണ്ടോ ചെറിയ ചായ്പ് പോലെ വേറെ ഒരെണ്ണം. ഇത് കണ്ടോ, അവിടെ ഒരു ചായ്പ് പോലെയും ഇവിടെ ഒരു റൗണ്ട് പോലെയും. ഇങ്ങനത്തെ സംഭവം നമ്മൾ ഏതോ വിദേശ രാജ്യത്ത് പോകുന്നത് കണ്ടോ. രാജസ്ഥാനിലൊക്കെ ഉണ്ടോ? രാജസ്ഥാനിലുണ്ട്. അത് വിദേശ രാജ്യമല്ല, ഇന്ത്യ. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഉണ്ട്. അത് ഇന്ത്യ തന്നെ, വിദേശ രാജ്യമല്ല. ഒറീസയിലുണ്ട്. അത് ഇന്ത്യ തന്നെയാണ്.
വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിന്റെ അടി നോക്കി ഫുള്ള് മണ്ണും കൊണ്ട് നല്ല സെറ്റപ്പായി. പണ്ട് കാലത്ത് നമ്മളൊക്കെ ചാണകം മെഴുകൂലേ, അതിന് പകരം ഇവിടെ എന്ന് വെച്ചാൽ നല്ല മണ്ണില്ല, മണ്ണ് വെച്ചിട്ട് തന്നെ മെഴുകുന്നത്. പിന്നെ നല്ല പുളിമരത്തിന്റെ ഏരിയ കേട്ടോ, നോക്കിയേ ഫുള്ള് പുളി മരമാണ്. അതേപോലെ ഇതാ നിങ്ങൾ ആരും ശ്രദ്ധയപ്പെട്ടില്ല, ഞാൻ വേറെ ഒന്നും കാണിച്ചു തരാം. അതാ അവിടെ ഒരു വീട്, ഇതേ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു കിടിലം വീട്. ഓ എന്താ രസം നോക്കിയേ ദിവചേട്ടാ, എൻ്റെ ഈ വീട് നല്ല രസം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് പോയവനെ ഇത് രസം ഈ വീട്. പക്ഷേ നമുക്ക് ഇവരോട് ചോദിക്കാതെ ഒന്നും ഉള്ളിൽ കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. അല്ല നമ്മൾ ഈ വീട് കാണാൻ വന്ന അവിടെ കെട്ടിയിടുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ, ഇത് നോക്കിയേ എന്ത് രസം കാണാൻ വേണ്ടി നോക്കിയേ, കിടിലം വീട്. എൻ്റെ ഉമ്മറൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഇവിടെ നമുക്ക് ഈ മുറ്റം വരെ പോകാലോ. അംഗൻവാടി ഉണ്ട് കേട്ടോ, അംഗൻവാടി, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, എല്ലാ സംഭവം ഉണ്ട്. ഇതൊക്കെ എന്താ ബിൽഡിംഗ് വരുന്നുണ്ട്. ഇത് വീടാ, ഇത് വീഡിയോ ഷൂട്ട്. എടാ പുള്ളിയുടെ ഗറാടാ ഇത്. ദൈവമേ, ഈ തെലുങ്കാനയിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം പിടിച്ചൊരു സംഭവമാണ്. ടൗണിലോട്ട് ഇങ്ങനത്തെ ഒന്നും ഇത് കൃഷി സംഭവമൊക്കെ തൊട്ടടുത്ത്. ഹോം അത് തന്നെ വീട് തന്നെ. തെലുങ്കു മേലൊക്കെ ഹിന്ദി യു ഹോം വീട് തന്നെ. അതെ ഗൈസ് നോക്കി എനിക്ക് ഇതുകൊണ്ട് പുതപ്പുകൊണ്ട് മൊത്തം മറിച്ചുകൊണ്ട് 2-3 റൂമൊക്കെ ആയിട്ടുള്ള വീട്. ദൈവമേ, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കാൻ നമ്മുടെ നാട് എത്ര സ്വർഗം. കേരളത്തിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലേ. കേരളത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആരും സഹായിച്ചില്ല, നമ്മുടെ ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് വീട് വെച്ച് കൊടുക്കാറുണ്ട്. സത്യം. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഇവിടുത്തെ ആൾക്കാരുടെ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാലോ, ഹൈദരാബാദൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തല ഇറങ്ങിപ്പോ. ഇത്രയും വലിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളും ഇല്ല, പക്ഷെ വീടുകൾ എടാ ബാക്ക് അടിക്കുമെന്ന് നോക്കിയാ. ഇല്ലാടാ ഇത് തന്നെ പോവും. ബാബാ 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 ആ മതി. രണ്ടും കെട്ട കളിയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ തീർന്നാൽ പെടും, പക്ഷെ 1/2 ടാങ്ക് എണ്ണയിൽ 100 കിലോമീറ്റർ മേളിൽ ഓടും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. അതെങ്ങനെയാവും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. നിൻ്റെ വിശ്വാസം എങ്ങനെയാ? 1/2 ടാങ്ക് എണ്ണയിൽ 100 കിലോമീറ്റർ ഓടുമോ? അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ഉപജീവന മാർഗം ആട് കൃഷി, ഇതാണ് മെയിൻ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് തെലുങ്കാനയെയും ഛത്തീസ്ഗഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പേര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് അഭിരാമി പറഞ്ഞു തരുന്നതായിരിക്കും. നിനക്കല്ലേ വിദ്യാഭ്യാസം കൊടുത്തു, നീ ഡിഗ്രി അല്ലേ. ഞാൻ 10ാം ക്ലാസ് തോറ്റതാ, അവൻ 10ാം ക്ലാസ് ജയിച്ചതാ. നമ്മൾ ഈ പോകുന്നത് പൈഡകുടം റോഡ് എന്ന് പറഞ്ഞ റോഡിലൂടെ ആട്ടോ. പൈഡകുടം അതായതുണ്ടല്ലോ ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇന്നലെ രാത്രി പെരുമ്പാമ്പ് കാണാത്ത സാധനങ്ങൾ വളരെ കുറവായിരുന്നു. ജിറാഫിനെ വരെ കണ്ടു ഞാൻ, ജിറാഫിനെ വരെ എടോ സ്വപ്നത്തില് അല്ലേ, കാണാൻ പറ്റൂലോ. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് അത്യാവശ്യം ഒരു 100-something കിലോമീറ്റർ, 117 കിലോമീറ്റർ ഇങ്ങനത്തെ റോഡാ. ഈ പോകുന്ന വഴിക്ക് ഗ്രാമങ്ങൾ, CRPFന്റെ ക്യാമ്പ്, ഗ്രാമങ്ങൾ CRPFന്റെ ക്യാമ്പ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. അവരുണ്ട് രാത്രി ഓടരുത്, പകല് പൊക്കോളാൻ. സെലക്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങിപ്പോയപ്പോ എന്റെ കൂട്ടുകാരൻ ഇതിലെ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗൂഗിൾ മാപ്പ് ഞങ്ങൾ എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. രാത്രി ഞാൻ വഴി മാറിയെന്ന് കേട്ട് ഞെട്ടി എണീറ്റാന്ന് ഞാൻ പറഞ്ഞു. എന്താ പറയുന്നത് ദീപു ചേട്ടൻ ചോദിക്കാണ്, ദീപു ചേട്ടനോട് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴാ വന്നത്? ദീപു ചേട്ടൻ പറയാ ഈ സമയത്ത് ഞാൻ ഉറങ്ങിയുള്ളൂ, ഈ സമയത്ത് ഞാൻ അപ്പോഴേക്ക് ചാടി വന്നു. അതല്ല പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാര്യം വെച്ചാൽ മാവോയിസ്റ്റുകളുള്ള റോഡാണ്. അപ്പം പ്രത്യേകം അവിടെ CRPF പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ഇറങ്ങരുത്, ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങണം. അതേപോലെ തന്നെ നമ്മൾ അനുസരിച്ച് നേരെ മുന്നോട്ട് പോകുക അല്ലേ. വന്യജീവികളിലും നല്ല പോലെ ഇറങ്ങുന്ന സ്ഥലമാണ്. അത് കാരണം ഒറ്റയ്ക്കൊന്നും എവിടെയും വണ്ടി നിർത്തി ഇറങ്ങരുത്. ആൾക്കാരുള്ളത് അത് അടുത്തുള്ള ഏതെങ്കിലും ടൗണുകളിൽ മാത്രം ഇറങ്ങാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞു. മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശീയനായ ആളാ.
മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ചേച്ചിമാർ ഡ്രസ്സൊക്കെ നോക്കിയവനെ നമ്മുടെ രാജസ്ഥാനിൽ പോയ അതേ ഫീലിങ്. ട്രൈബൽ ഏരിയടാ. ഇത് അടുത്ത CRP പോസ്റ്റ് എത്തി കേട്ടോ. ഗൈസ് നോക്കിയാൽ അങ്ങോട്ടുള്ള വീടുകൾ നോക്കിയാൽ എല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വീടുകളാണ്. തൊട്ടിപ്പുറത്ത് ഇത് CRPFന്റെ പോസ്റ്റാ. ഇവിടെയൊക്കെ ക്യാമ്പുകളാട്ടോ. അതിന്റെ ഒക്കെ നിരീക്ഷണമുണ്ട്. കുടിവെള്ളത്തിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല കുടിവെള്ള ക്ഷാമം ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. CRPFന്റെ കുടിവെള്ളത്തിന്റെ അത് വെച്ചിട്ട് പദ്ധതി നമുക്ക് കുടിവെള്ള സാധനം. വേറെ കാര്യങ്ങളൊക്കെ ഭയങ്കര വീടുകളാണ്. വീടുകൾ നോക്കിയേ എന്ത് രസമാടാ. ഇത് തടി കൊണ്ട് പുളിത്തടി കൊണ്ടാട്ടോ സെറ്റപ്പ് ചെയ്താക്കുന്നത്. തടി കൊണ്ടുള്ള ഈ ചുറ്റും കെട്ടിയാക്കുന്നു. ഓല കൊണ്ടുള്ള വീട്. ദൈവമേ, തെലുങ്കാന ഒരു കട കണ്ടോ, ഡീസൽ പെട്രോൾ ഒക്കെ കിട്ടുന്ന കട. എന്ത് ഇങ്ങോട്ട് നോക്കി ഓരോ വീടുകൾ നോക്കി. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് വാഹനം നിർത്തി. ഇത് ധർമ്മപേട്ട എന്നുള്ള സ്ഥലമാണ് കേട്ടോ. ധർമ്മപേട്ട അല്ലേ അഭിരാമി? ധർമ്മപേട്ട എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫൈനലി നമ്മളിവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ തദ്ദേശീയരായ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരെന്നറിയാമോ? ധർമ്മപേട്ട. യെസ്, ഇപ്പൊ നീ കേട്ടായിരുന്നല്ലേ? ഞാൻ കേട്ടായിരുന്നു. നോക്കി ഇവിടെ ചേച്ചിമാരും ആൾക്കാരെല്ലാം കൃഷി ചെയ്യുന്ന ഞാറ് നടുക. അതെ അതെ അതെ, തദ്ദേശീയമായ രീതിയിലുള്ള ഞാറ് നടലും സംഭവങ്ങളാട്ടോ കാണുന്നത്. ഇങ്ങോട്ട് നോക്കി, അതിന് മുമ്പ് ഇങ്ങോട്ടൊരു ഫ്രെയിം നോക്കിയേ. എന്റെ പൊന്നെ, ഇത് ഗ്രാമം. ഇത് നമ്മൾ എവിടെ കണ്ട ഒരു ഫീലിംഗ് ആണ്. ഗൈസ് സത്യം പറയാലോ, ഈ ഒരു സംഭവങ്ങൾ നമുക്ക് ഈ ഇന്ത്യയിൽ മാത്രമേ കാണാൻ വേണ്ടി ലോകത്ത് വേറെ ഒരു രാജ്യത്ത് പോലും ഇത്രയും സ്ഥലം കിട്ടൂല. ലോകത്ത് പല രാജ്യത്തും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, അതൊരു വലിയൊരു ഫീലിംഗ് തന്നെയാണ്. പപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കും ആവശ്യത്തോട്ട് സഞ്ചരിക്കാം. ആർക്കെങ്കിലും ഹിന്ദി അറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്കറിയാലോ, രക്ഷപ്പെട്ടില്ലേ? അല്ല, അവരുടെ കൂടുതൽ ആർക്കെങ്കിലും നിനക്കറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഇവരുടെ ട്രൈബൽ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ ഏത് ഭാഷ സംസാരിക്കും? ഹിന്ദി പത്തായേ? കോൺ ജഗ കാ നാം ക്യാ ഹൈ? വെൽക്കം കൂടാ. ആ പെണ്ണിന് അറിയാം കേട്ടോ, ഹിന്ദി അറിയാം. നോക്കി ഇവര് ഞാറ് നടുക കേട്ടോ. ഓരോ സ്ഥലത്ത് പറിച്ച് അവർ കെട്ടി വെച്ചാക്കുന്ന നോക്കിയവനെ. ഇത് നോക്കി എല്ലാം കെട്ടി ഇങ്ങനെ ഞാറ് കെട്ടി വെച്ചിട്ട് ഇവരെല്ലാം അതിങ്ങനെ നട്ട് സെറ്റപ്പ് ചെയ്യാം. തെലുങ്കാനയേ? തെലുങ്ക് അല്ലല്ല, തെലുങ്കാനയല്ല, ഛത്തീസ്ഗഡ്. ഓ, ഛത്തീസ്ഗഡിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതെ ഗൈസ്, അപ്പൊ ഇതിന് മുമ്പേ നമ്മൾ നിന്നത് തെലുങ്കാനയിലാണ്. ഇപ്പൊ നമ്മൾ ഛത്തീസ്ഗഡിലാണ്. ഇതെന്നാ നെല്ല്? അതിനാ നമ്മള് കെട്ട് പോലല്ല കേട്ടോ. കറ്റ ഉണ്ടോ? സാധാരണ കെട്ട് കെട്ട് വരുന്നുണ്ടോ? ഓഹോ, നമ്മള് നൂല് കെട്ടുന്ന പോലെ കെട്ടാണിത്. ഓഹോ, കെട്ടിന്റെ പേരാണ് പിണഞ്ഞ് കെട്ട്. അറിയാവോ? ഇല്ല, ഞാനിപ്പോ ഗൈസ് എല്ലാരും ചിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോ അങ്ങ് നിർത്തിയതാണ്. നല്ല കാര്യം ശ്രദ്ധിച്ചോ? ഇല്ല, വെള്ളത്തിന്റെ ഭയങ്കര ദൗർബല്യമുണ്ട്. അതായത് എല്ലാ സ്ഥലവും ഉണങ്ങി കിടക്കുന്ന നോക്കിയേ. എനിക്ക് തോന്നുന്നു ഇവിടെ ദീദി ഇധർ പാനി കമ്മേ ജാദാ ഹൈ? നെയ്യേ ബഹുത്ത് കമ്മേ? ഓ, വെള്ളമില്ല. വെള്ളത്തിന്റെ ദൈർലഭ്യം വളരെ കുറവാന്ന് പറഞ്ഞത്. നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അതായത് മറ്റേ സാധനം വെച്ച് സോളാർ വെച്ചിട്ട് അടിച്ചു കയറ്റുന്നില്ലായിരുന്നു വെള്ളം. നമുക്ക് പോയേക്കാം ഗൈസ്. അതായത് ഓവർ നമ്മൾ അവിടെ പണിയെടുക്കുന്നത്. താങ്ക് യു ദീദി. താങ്ക് യു. കണ്ടോ എടാ, നല്ല കിടിലിനായിട്ട് ഭാഷ പറയുന്നു. യെസ് ഗായ്സ്, ഫൈനലി നമ്മളങ്ങനെ അവരോട് സംസാരിച്ചു. അതിലൊരു കുട്ടിക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് അറിയാം. അവൾ തകർത്തു വാരി. എന്തായാലും അതീവ സന്തോഷം. നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. വേറെ കാര്യമുണ്ട്, 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസിന്റെ പവർ ഉണ്ട്. ഹിന്ദി ഇംഗ്ലീഷ് അത്യാവശ്യം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നമുക്ക് എന്നാ അറിയാതെ? നമുക്കൊരു ചുക്കും അറിയത്തില്ല. ഇതേ വരുന്ന ഒരു ബലേറോ പിക്കപ്പ്. ഈ ഫ്രണ്ടിൽ കാണുന്നേ ഇതെല്ലാം CRPFന്റെ ക്യാമ്പുകളാട്ടോ. ഓരോ 5 കിലോമീറ്ററിലും ഇവരുടെ ക്യാമ്പുകളുണ്ടെന്ന് നമ്മളോട്. ശരിയാട്ടോ, 10 കിലോമീറ്റർ. ഓരോ 10 കിലോമീറ്ററും പോസ്റ്റ് ഉണ്ട് ഇതേപോലെ. പക്ഷെ ചെക്കിങ്ങോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം.
അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എഴുതി മേടിക്കലോ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇതിൽ ആൾക്കാർ വണ്ടി ഓടിച്ചു പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു 10 കൊല്ലം മുന്നേ ഇത് ഭയങ്കര പ്രശ്നമാകല ഏകതിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ അത് ഒതുങ്ങിയതാണെന്നാ തോന്നുന്നത്. പക്ക ഫോറസ്റ്റാ. യെസ് ഗൈസ്, ഡ്രൈവർ മാറിയിരിക്കുകയാണ്. അത്യാവശ്യം കാലി സ്ഥലമാണ്. ലിബിന് വണ്ടി കൊടുത്തു. ദേ ഒരാൾ ഇരിക്കുന്നു നോക്കിയേ. രാവിലെ പോലെ എന്നെ അലമ്പും എന്നെ വഴക്കുവാന്നറിയാവോ? ഇത് അപ്പൻ്റെ അമ്മയുടെ മകിട കൂടം നിറച്ചും മരുന്നാ കേട്ടോ. അപ്പൻ്റെ അമ്മയുടെ എല്ലാ മരുന്നുകളുണ്ട്. അമ്മയുടെ ചുണ്ടത്ത് തന്നെ അമ്മ പറ്റിയേ. അമ്മ ബീറ്റ്റൂട്ട് കഴിച്ചോ? ആ അയ്യോ കാണിച്ചാ സൗന്ദര്യം ഒന്ന് കാണിച്ചു നോക്കട്ടെ. ആ എന്നിട്ടോ അപ്പം വിട്ടില്ല. കഴിച്ച് നോക്കൂ, അപ്പനും അമ്മയും ഇവിടെ ഉണ്ട്. അവർ രണ്ടുപേരും ബേക്ക് ഇരിക്കണം. അപ്പം ലിബി വണ്ടി ഓടിക്കുകയാണ്. മൈക്കിൾ നോക്കിയിരിക്കുന്ന നോക്കിയേ. അവന് ബേബി സീറ്റ് ഇല്ലാത്ത അവൻ തന്നെ ബേബി സീറ്റ് ഉണ്ടാക്കിയെടുത്ത് അല്ലേ? ആ ലിബിന് ഓരോ സർക്കസ് ഓരോന്നായിട്ട് തുടങ്ങി കേട്ടോ. ഓരോ സർക്കസുകളായിട്ട് ഫ്രണ്ടിൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ലിബി വണ്ടി എടുക്കുകയാണ്. വിട്ടോ ഹാൻഡ് ബ്രേക്ക് താത്തി. എടാ ചാടും കേട്ടോ. പെതിയെ എടുക്കാവല്ലേ ക്ലച്ചേ? ആ പെതിയെ എടുക്കാവല്ലേ? പെതിയെ അത് തന്നെ. ഓ ഇവൻ പഠിച്ചു കേട്ടോ. ഇവൻ പഠിച്ചു. ഇവിടുത്തെ വെള്ളം കൊള്ളൂല്ലോ. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര കട്ടിയാ. ആ അത് തന്നെ. ഇട്ടോ ആ കാലി കൊടുക്കുക. ഓ ലിബി പഠിച്ചു. നോക്കണേ ലിബിന് ഓടിക്കുന്ന അഭിരാമി. ആര് നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് നീ കേൾക്കത്തില്ലല്ലോ. പിന്നെ എന്റെ അനിയനല്ല നിന്നെയാണ് ആദ്യം വിളിക്കുക. അത് അവൻ കഴിഞ്ഞിട്ട് തരും. കാരണം നല്ല രീതിയിൽ ലിബി വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് അഭിരാമി ഏറ്റവും നന്നായിട്ട് ഓടിക്കുമെന്നും ലിബിനെല്ലാം കുളമാക്കുമെന്ന് വിചാരിച്ച്. ആര് അതെ ലിബി നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ടല്ലേ ദീപചേട്ടാ? അഭിരാമിയൊക്കെ കണ്ടു പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പറയില്ല, അയലോക്കത്തെ വീട്ടിലെ ചെറുക്കനെ അവനെയൊക്കെ കണ്ടു പഠിക്കണം. നീ കണ്ടു പഠിക്കണേ. എന്റെ ചെറുക്കൻ ഇത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫൈനലി ലിബിൻ നന്നായിട്ട് വണ്ടി ഓടിക്കണം. പെതിയെ ഓടിച്ചാൽ മതി. ഓവർ ഇതിന് നിൽക്കണ്ട കേട്ടാ. ഇങ്ങനെ വണ്ടി ഓടിക്കണ്ടേ. ഇങ്ങനെ ഓടിച്ച് നീ നല്ല ഡ്രൈവറായി മാറും. ഈ ബസ് എടുക്കാൻ നീ എന്നാ പ്രപഞ്ച. നീ ബസ് എടുക്കുമ്പോൾ സമ്മതിക്കത്തില്ലായിരുന്നു. ആ ഗൈസ്, അതായത് ഈ ബസ് എടുക്കാൻ വേണ്ടി ഇപ്പം സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി എടുത്താണ്. അന്ന് എടുത്തോണ്ടത് പ്രോഫിറ്റായി. അയ്യോടാ ലിബിൻ പ്രൊഫഷണൽ ടച്ചിലേക്ക് എത്തി കേട്ടോ. ഒരു കൈ സ്റ്റിയറിംഗിലും ഒരു കൈ ഗിയറിലും. അപ്പൊ എന്തായാലും നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇന്നലെ ദീപിച്ചാണ്ട് ഞാൻ ഉണ്ടല്ലോ ഓടിക്കാൻ വേണ്ടി കൊടുത്തു. 50 കിലോമീറ്റർ ഫുള്ള് കട്ടർ. എങ്ങനെയാ ദീപിച്ചാട്ടാ? അല്ല കൊച്ചുള്ളതുകൊണ്ടായിട്ട് ഈ കൊച്ചു അതേപോലെ ഞങ്ങളുടെ ഒപ്പം എടുത്തി അടികൊണ്ടാണ് ഞങ്ങൾ നിർത്താൻ പറഞ്ഞത്. അമിത് ഇന്നലെ മറ്റേ എലി പൊത്തിന്ന് ഇറങ്ങി വരുന്ന ചൂട് വേർത്ത് കുളിച്ച് അമിത് ഇന്നലെ ഇറങ്ങി വരുവാ. അല്ല സാധാരണ നമ്മൾ കിടന്നുറങ്ങുമ്പോ കൂളറും എന്നിട്ട് ഈ എ സി ഇട്ടിട്ടല്ലേ കിടക്കാറ്. ഇന്നലെ റണ്ണിങ്ങിലായതുകൊണ്ട് കൂളർ ഇട്ടില്ല. അത് കാരണം തന്നെ നല്ല പുഴുക്ക്. ഏതായാലും കട കണ്ട നിർത്തണം. നമുക്ക് വെള്ളം മേടിക്കണം. മറ്റേ വെള്ളത്തിൽ ഭയങ്കര കട്ടിയാട്ടോ, കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബോർഡറിലുണ്ടല്ലോ അത് ഗട്ടറാന്ന് പറയാൻ പറ്റില്ല. വലിയ കുഴികളാണ്. വണ്ടി ഓടിക്കാൻ എന്ത് സുഖമാണെന്നറിയോ? എന്നാ പറയാ, ഒരു കുതിരയുടെ പുറത്തിരുന്ന ഒരു ഫീലിംഗ് കേട്ടോ. കുതിരയാണ് ഐശ്വർ. കുതിര കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ മേളിക്കുന്ന താഴത്തെ എല്ലാം നമുക്ക് കാണാം. ഏറ്റവും നല്ല ബാംഗ്ലൂർ റൂട്ടിൽ ഇത് ഓടിക്കണം. എല്ലാ സംഭവം രാവിലെ കാണുകയും ചെയ്യാം. ഹൈവേയിലെ കിങ് ഏച്ചറാട്ടോ, അല്ല ബാരബൻസ് ഒന്നും അല്ല. मैं केरला से आएगा. केरला. हाँ मैं चित्रकूटा वाटरफॉल्स में जाएगा. इसमें बाथरूम बेडरूम वो वाला गाड़ी है. पर्सनल गाड़ी है. बाथरूम बेडरूम किचन वो वाला कैम्पर वन है. कैम्पर वन नहीं मेरा पर्सनल कुत्ता गाड़ी है. ഗൈസ് ഞങ്ങളെ ആര് പിടിച്ചതാണ്? അതായത് നേരത്തെ പിടിച്ചു. ഹിന്ദി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ഇച്ചിരി അറിയത്തുള്ളൂ. അന്നും പാടെ എബിന്റെ അടുത്ത് ഓടി വന്നു. എന്തിന്റെ വണ്ടി എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ക്യാമറമാൻ ഡ്രൈവർ. അടുത്തതാ പോലീസിന്റെ പോസ്റ്റ്. അതായിരിക്കുന്നു പോലീസുകാർ. അവിടെ ഉണ്ടായത് ഇവിടെ ഉണ്ടാവില്ല. അവിടെ ചെക്ക് ചെയ്താൽ നിർത്തിക്കും. നമ്മൾ അങ്ങനെ നല്ല
നല്ല കിടിലൻ ഗ്രാമ ഭംഗിയുള്ള ഒരു അതിമനോഹരമായ ഒരു ഗ്രാമത്തിന്റെ സൈഡിലൂടെ പവർ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇവിടെ പവർ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഇവര് സോളാർ കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വെച്ചാൽ നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് തന്നെ സീറോ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെയും സോളാർ പാനൽ അവിടെ ഇവിടെ ഒക്കെ ഇത് കൃഷിയെ ഓരോരുത്തരുടെ കണ്ടത്തിൽ ഇറക്കി തുടങ്ങുന്നതേ ഉള്ളൂ. ഗ്രാമം മോട്ടർ അടിക്കാനും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഈ സോളാർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നത് ആയിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങള് ഇത് കടയാണ് ഇവിടെ നിർത്തണേ. പിന്നെ ഗൈസ് നമുക്കേ വെള്ളം മേടിച്ചേ പറ്റുള്ളൂ. ഈ വെള്ളത്തിന് ഭയങ്കര കട്ടി, നമുക്ക് കുടിക്കാൻ പോലും പറ്റില്ല. ഏതാ നല്ല കടയുള്ള? ഇവിടെ ഒരു കട ഉണ്ടായിരുന്നല്ലോ ദേന, അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. മിനറൽ വാട്ടർ ഇവിടെ കിട്ടുമെന്നുള്ള സംശയം. എല്ലാം ഓല പെയ്ത വീടുകൾ. എന്താ രസം. നമുക്ക് പെട്രോൾ ഉള്ളോ ഇത് നോക്കിയാ ഇത് വെള്ളം കിട്ടുന്ന പെട്രോൾ ഉണ്ടോ ബൈക്കിന് വേണ്ടിയുള്ള? മിനറൽ വാട്ടർ വാട്ടർ നെയ്യേ പെപ്സി കോള അപ്പുറത്തുണ്ടെന്നാ പറഞ്ഞിട്ട്, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. ദൈവമേ, വെള്ളമില്ല നമ്മൾ പെടും കേട്ടോ. അയ്യോ, ഇവിടെയൊക്കെ വെള്ളമുള്ള മിനറൽ വാട്ടർ കോനെ എക്സ്ക്യൂസ് മീ ആപ്പേ ഇതാരും ആൾക്കാർ അല്ല വരുമായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ഇവിടെ. ഭാഗ്യം. വാട്ടർ पानी नहीं है पानी बोतल ये जगह का नाम क्या है भैया? बोतल पानी किस तरह? मैं दुर्गुंडा वाटरफोर्स में जाएगा. वाटरफोर्स है ना, बड़ा वाला वाटरफोर्स छत्तीसगढ़ का दुर्गुंडा. चित्रकोटा चित्रकूट. हाँ चित्रकूट. इधर से जाओगे? हाँ अरे इधर से जाने से अच्छा आपको उधर से जाना था. पता नहीं है मेरे को, इधर गूगल मैप दिएगा. उधरी का हूँ मैं, उधरी का. अच्छा रास्ता ठीक है ना? इधर का ठीक नहीं है, तो खराब है ना, जाएगा ना गाड़ी? धीरे धीरे जाएगी लेकिन हाँ वो प्रॉब्लम नहीं है. यहाँ से जाओगे क्या हेलमुंडा? हाँ उधर एक दूसरा रास्ता है. चिंतलनार से कटोगे. CRP बोलेगा इधर एक दूसरा वाला है. പണ്ടൊക്കെ സ്കൂളിൽ പോവില്ലേ, അപ്പൊ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ? നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സ്കൂളിൽ പോകുമ്പോ അവര് അമ്മ എത്ര മേടിച്ചു? ഞാൻ ഇപ്പൊ 2 തന്നിട്ടുള്ളൂ, ഇനി 4 തരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വേണം അത് മേടിക്കും? മേടിച്ചോട്ടോ. കപ്പലണ്ടി മിഠായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് വരുന്ന വഴിക്ക് മേടിച്ചായിരുന്നു കപ്പലണ്ടി മിഠായി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ए वाला सोलर कौन सा का है, गवर्नमेंट का है आपका है? मैं नहीं जानता. हाँ इवन वीडियो अल्लाह बेटा. आप फुटबॉल लवर. हाँ कौन सा टीम है? IPL का? नहीं ISL का. हाँ ISL का कौन सा टीम है? केरला ब्लास्टर्स, कोलकाता, हैदराबाद, कौन सा? മുംബൈ. വണ്ടി ഓടിക്കാൻ മറിച്ചു, സീറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇതാണ് സ്ഥാനമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇറങ്ങില്ല. അതെ അവിടെ മറ്റേ ട്രാക്ടറൊക്കെ നിർത്തിയിട്ട് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു ഞങ്ങൾ കണ്ടായിരുന്നു. നിങ്ങൾ കയറിയായിരുന്നോ? ആ എന്നാ കയറിക്കോ. ചേച്ചിമാരൊക്കെ നമ്മളൊക്കെ ചിരിക്കുന്നു. എനിക്ക് ഹായ്, ഞാൻ പറഞ്ഞില്ല ഇതുണ്ടോ സീറ്റിൽ നിന്ന് ഇറങ്ങി തരുന്നില്ല. പതിയെ എടുത്താൽ മതി. ഒരാവശ്യം നിന്റെ ചുണ്ട് എന്നാലും ഇവനെ ഇങ്ങനെ പോകുന്നേ. ഗട്ടർ വന്നു കഴിഞ്ഞാൽ ചുണ്ട് ഈ സൈഡിലോട്ടിരിക്കും. ഗട്ടർ നല്ല റോഡായി കഴിഞ്ഞാൽ സാധാരണ രീതിക്ക് ഓരോ അതിനനുസരിച്ചാണ് അവന് ചുണ്ട് വരുന്നത്, റോഡിന്റെ ഗതിക്കനുസരിച്ച്. എക്സ്പ്രഷൻ വേണം, നല്ല കുലുക്കം കുറയൂ. എന്തായാലും ഫൈനലി ലിവി വണ്ടിയൊക്കെ എടുത്തു തുടങ്ങി നല്ല രീതിയിൽ. അല്ല ലിവിനെ ഇനി എടുക്കാൻ സൂക്ഷിക്കുന്ന കട്ടറാണ്. പെതി അങ്ങ് എടുത്താൽ കേട്ടോ, അതിലൊന്നും പേടിക്കൊന്നും വേണ്ട, ആടി ഉലയോന്നേ ഉള്ളൂ. ഗൈസ് ഫൈനലി ലിബിൻ അങ്ങനെ ഓടിച്ചു, വണ്ടി നിർത്തി. ഇതിൽ തന്നെ പോരെ. ഓ ഇതന്നെ മോൾ ഫുട്ബോളിന് ഇറങ്ങണ. ആ തരിപ്പല്ലേ? അഭിരാമിക്ക് താല്പര്യമില്ല, ഇനി ഞാൻ ഓടിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ എന്നോട് നോക്കണ ഓടിക്കാനാ? എന്നോട് ഓടിക്കാതെ ഇനി ഓടിക്കും. ഞാൻ 50 കിലോമീറ്റർ ഓടിച്ചു. ലിബിൻ ഇറങ്ങി കൊടുക്ക. ഗീറ് വീണല്ലേ? തൊപ്പി പുറകോട്ട് വെക്ക. എന്താ പറയുന്നേ, ഈ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് ബസ്സും ലോറി ഓടിക്കാൻ അറിയത്തില്ലെന്ന്. എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ലല്ലോ ദീപിച്ചേട്ടും. ഞങ്ങൾക്ക് കാർ ഓടിക്കാറില്ല, ഞങ്ങൾക്ക് ബസ് ഓടിക്കാൻ അറിയത്തുള്ളത്. ഞാൻ പോട്ടെ, സഹായത്തിന് പോട്ടെ, സഹായിക്കട്ടെ.
രക്ഷപ്പെടുത്തില്ല കേട്ടോ. സഹായിക്കട്ടെ അഭിരാമി പെതിയ എടുക്കാവല്ലേ ചാട്ടം കൂടുതലാ ക്ലച്ച് മാറ്റി എന്നെ കാലെടുത്തത് ആക്സിഡന്റ് കൊടുക്കണ്ട. അഭിരാമി എന്നെ കാർ ഓടിപ്പിക്കാൻ വേണ്ടിട്ട് നീയല്ലേ അതേപോലെ അങ്ങ് എടുക്ക് ആ എടുക്ക അത് തന്നെ. ഇനി പെതായിട്ട് ആക്സിഡന്റ് കൊടുക്കുക അത് തന്നെ. വണ്ടി മൂവ് ആയില്ലേ ഇനി കിട്ടോ സെക്കൻഡ്. ആ അത് തന്നെ പെതിയെ കൊടുത്താൽ മതി. പെതിയെ മേക്കപ്പും ബ്യൂട്ടീഷ്യനും പരിപാടിയൊക്കെ പിന്നെ ആദ്യം വണ്ടി കേട്ടോ. അഭിരാമി പെട്ടെന്ന് പഠിക്കുന്ന ഒരു ഏല് കിട്ടിയാൽ മതി അഭിരാമിക്ക്. എന്തായാലും അഭിരാമി ഇനി ഓടിക്കാൻ അഭിരാമിക്ക് ഒരു 10-30 കിലോമീറ്റർ കൊടുക്കും. 36 കിലോമീറ്റർ എന്തോ ഉണ്ടല്ലോ. ഇതിനൊക്കെയുള്ള എണ്ണയുണ്ടോ? എണ്ണ അരട്ടാൻ കൊണ്ടെന്ന് തോന്നല്ലേ അല്ലേ? ആ ഗൈസ് നോക്ക്. പിന്നെ ഒരു കാര്യം, ഏകദേശം ഇവരൊക്കെ ഇതായി, അതായത് പഠിച്ച് റെഡിയായി. ഇപ്പം ഞാൻ കുറേ പേരെ കമൻറ്റ് കണ്ടു, ഇനി മുതൽ അഭിരാമിയും ലിബിനുമാണ് വണ്ടി ഓടിക്കാൻ പറയുന്നത്, അല്ല ഓടിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നോക്കുന്നത് ഞാൻ തന്നെയാണ് സീറ്റിൽ. അപ്പം ഇനി അങ്ങനെയല്ല, ഇവർ തന്നെയാണ് ഓടിക്കാൻ പോകുന്നത്. അല്ല ഒരു ഏല് കിട്ടണമെന്ന്, അല്ലാതെ ഒന്ന് നമ്മൾ സൈഡ് ഇങ്ങനത്തെ റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും. ഏലില്ലാതെ നമ്മൾ ഏല് കിട്ടിയോ? എനിക്ക് ഏല് കിട്ടി. എനിക്ക് ആ 3-ാം ഗിയറിന് മാത്രം ഒരു തപ്പലുള്ളൂ. ആ 3-ാം ഗിയർ കൂടെ ഒന്ന് റെഡിയാക്കിയാൽ മതി. ആ ആയിക്കോട്ടെ. എന്തായാലും അഭിരാമി വണ്ടി ഓടിക്കുന്നു. ഓട്ടോമാറ്റിക് ആയാൽ മതിയായിരുന്നല്ലേ അഭിരാമി? അയ്യോ ഓട്ടോമാറ്റിക് ആയാൽ മതിയായിരുന്നു. നമ്മൾ ഇന്ത്യ ഓട്ടോമാറ്റിക് വണ്ടി ഇറങ്ങിയിട്ടില്ലല്ലോ. ബസ്സും ഈ കാണുന്ന ഈ ഒരു ബസ് ഇറങ്ങിയല്ലേ കാണുന്ന ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ നേരെ പോകുന്നത്. ഇവർ പറയുന്നത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തല്ലിപ്പൊളി വഴിയായി മാറും. ആ റൂട്ടിൽ നിന്ന് എനിക്ക് വരും അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പറ്റും. ആയിക്കോട്ടെ. അഭിരാമി അത്യാവശ്യം എല്ലാ ഗിയറുകളും ഇട്ട് തുടങ്ങി. ഇപ്പൊ ഇതുണ്ടോ 4-ാമത്തെ ഗിയർ വരെ ഇട്ടു. ഇനി 5 കൂടി ഇട്ടേ. ഇട്ടോ 5 കൂടി ഇട്ടോ. 5 കൂടി ഇട്ടോ. ക്ലച്ച് പിടിച്ച് 5 കൂടി ഇട്ടോ. വെപ്രാളൊന്നും വേണ്ട. അത് പോറി. 5 കാല് കൊടുക്ക്. 5-ാമത്തെ ഗിയർ ഇട്ട് പോട്ടെ. കാല് കൊടുക്ക്. അഭിരാമി പഠിച്ചേട്ടാ. കാല് കൊടുക്ക്. അഭിരാമി തിരിച്ചിട്ടോ. അതിനുള്ള പവറില്ല. ഏതാ അതില്ല റോഡ് അതിനുള്ള ഇല്ല. അങ്ങോട്ട് തിരി. അതാ അങ്ങനെ കയറരുത് കേട്ടാ. ബാലൻസ് പോകല്ലോ. കാല് കൊടുക്ക്. പെതിയെ നീ അതേപോലെ പോകരുത്. ഏകദേശം ഇവരൊക്കെ ആയെന്ന് ഇനിയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കൊക്കെ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം അല്ലേ ദീപിച്ചേട്ടാ? അതെ. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വന്തം ഐഡിയയിലായി പഠിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതേപോലെ പോകുന്ന വഴിക്ക് ഇതേപോലെ ആളില്ലാത്ത വഴികളൊക്കെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ഓടിക്കാം. ഗൈസ് അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ തൊട്ടടുത്തിതാ അഭിരാമി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിരാമി ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ അത്യാവശ്യം ചെറിയ റോഡുകൾ, ഓഫ് റോഡ് അല്ല ചെറിയ റോഡുകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഗൈസ് നോക്കൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.